നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ രാത്രി ഉണ്ടായ യാത്രാ ദുരിതവും അതിനിടയിൽ അപ്രതീക്ഷിതമായി രക്ഷകനായെത്തിയ ഒരു ആരാധകന്റെ അനുഭവവും പങ്കുവെച്ച് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. നാട്ടിലേക്കുള്ള യാത്രയിൽ നടൻ മമ്മൂട്ടി സഞ്ചരിച്ച വാഹനത്തിന് വഴിതെറ്റിയപ്പോൾ സഹായത്തിനെത്തിയത് ഒരു തമിഴ്നാട്ടുകാരൻ. കാരൈക്കുടി സ്വദേശി പാണ്ഡ്യനാണ് രാത്രി 10 കിലോമീറ്ററോളം വഴികാട്ടിയായത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നിതീഷ് സഹദേവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനായ കാരൈക്കുടിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുമ്പോഴാണ് വഴിതെറ്റിയത്. ഡ്രൈവർ ഉണ്ണി, ജോർജ്, രമേശ് പിഷാരടി, നിർമ്മാതാവ് ആൻഡോ ജോസ് എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. തിരുപ്പത്തൂരിൽ ഹൈവേ ബ്ലോക്ക് ചെയ്തിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി പല വഴിയിലൂടെ പോയെങ്കിലും വീണ്ടും തെറ്റി. തിരിച്ച് കാരൈക്കുടിക്ക് പോകുന്നതിനിടെ പട്ടമംഗലം എന്ന സ്ഥലത്ത് പെട്രോൾ പമ്പിൽ വഴി ചോദിച്ചപ്പോൾ അല്പം ദൂരെ ഉറങ്ങുകയായിരുന്ന ഒരാളെത്തി. കാറിൽ മമ്മൂട്ടിയെ കണ്ടതോടെ തമിഴിൽ "നീങ്ക മമ്മൂട്ടി സാറാ, എന്നെ ഫോളോ ചെയ്" എന്ന് പറഞ്ഞ് ബൈക്കിൽ 10 കിലോമീറ്ററോളം വഴി കാണിച്ചു കൊടുത്തു. ഗൂഗിൾ മാപ്പ് പലവട്ടം പല വഴികളിലൂടെ ചുറ്റിച്ചെന്നും 1 മണിക്കൂറോളം വഴിയറിയാതെ ബുദ്ധിമുട്ടിയെന്നും ആൻഡോ കുറിപ്പിൽ പറയുന്നുണ്ട്. കാരൈക്കുടിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ പുലർച്ചെ 3:30യോടെയാണ് തിരുപ്പത്തൂരിൽ വെച്ച് വഴിതെറ്റിയത്. പിന്നീടാണ് ഈ ഒരു തമിഴ്നാട്ടുകാരൻ അവർക്ക് വഴികാട്ടിയായത്. ഏകദേശം 1 മണിക്കൂറോളമാണ് ഇവർ കുടുങ്ങിപ്പോയത്. ഇതോടെ അസ്വസ്ഥനായ മമ്മൂട്ടി തിരികെ കാരൈക്കുടിയിലെ റൂമിലേക്ക് മടങ്ങാമെന്നും രാവിലെ റോഡ് തുറക്കുമെന്നും നിർദ്ദേശിച്ചു. തുടർന്ന് ഡ്രൈവർ ഉണ്ണി വണ്ടി തിരിക്കുകയും ചെയ്തു. മടങ്ങാൻ തീരുമാനിച്ചെങ്കിലും കൂടെയുണ്ടായിരുന്ന രമേശ് പിഷാരടിയും താനും ആശങ്കയിലായിരുന്നുവെന്നും ആൻഡോ വ്യക്തമാക്കി. പ്ലാൻ എല്ലാം പാളി. സഹായത്തിന് വഴിയിൽ മറ്റു യാത്രക്കാരോ വാഹനങ്ങളോ ഇല്ല. ആശങ്കപ്പെടാൻ ഇതിൽ പരം എന്ത് വേണം? അങ്ങനെയിരിക്കെയാണ് പട്ടമംഗലം എന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പ് കണ്ടെത്തുകയായിരുന്നു. അവിടെ കൊതുക് വലയ്ക്കുള്ളിൽ ഉറങ്ങുകയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചില വഴികൾ പറഞ്ഞു കൊടുത്തുവെങ്കിലും അവയെല്ലാം നേരത്തെ ബ്ലോക്ക് ചെയ്യപ്പെട്ടവയായിരുന്നു. ആ സമയത്ത് അല്പം ദൂരെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നാണ് വണ്ടിയിലേക്ക് നോക്കി ഇത്തരത്തിൽ "നീങ്ക മലയാളികളാ?" തുടർന്ന് കാറിനുള്ളിലേക്ക് നോക്കിയ ആ യുവാവിന്റെ മുഖത്ത് ആവേശവും അത്ഭുതവും അലയടിച്ചു. ഉറക്കച്ചടവൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറി അയാൾ വിളിച്ചു പറഞ്ഞു, "നീങ്ക മമ്മൂട്ടി സാറാ, എന്നെ ഫോളോ ചെയ്." തുടർന്ന് ഒരു ബൈക്കിൽ ഗൂഗിളിന് പോലും അറിയാത്ത വഴികളിലൂടെ അയാൾ 10 കിലോമീറ്ററോളം കാറിന് മുന്നിൽ വഴി കാട്ടിപ്പോയി. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് അയാളെ കൈ ചൂണ്ടി പറഞ്ഞു, "അപ്പടിയേ സ്ട്രെയിറ്റ് കേരള." പുലർച്ചെ മമ്മൂട്ടിയെ കണ്ടതും വഴി കാണിച്ചതുമല്ല നാളെ മറ്റുള്ളവരോട് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് രമേശ് പിഷാരടി അത്ഭുതത്തോടെ ചോദിച്ചു. തുടർന്ന് മമ്മൂട്ടി കാറിൽ നിന്നിറങ്ങി യുവാവിന്റെ ഫോൺ വാങ്ങി രമേശ് പിഷാരടിക്ക് നൽകി ഫോട്ടോ എടുക്കുകയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പാണ്ഡ്യൻ എന്നായിരുന്നു മറുപടി. മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് രമേശ് പിഷാരടി പറഞ്ഞ ഈ വരികളോടെയാണ് ആൻഡോ ജോസഫ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. "അയാളുടെ കെയർ നമ്മൾ ഷെയർ ചെയ്യണം ആൻഡോ ചേട്ടാ. പാണ്ഡ്യൻ പാൻ ഇന്ത്യൻ ആകട്ടെ" എന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും അതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാകുന്നുണ്ട്. അയാളെ ചേർത്ത് നിർത്താൻ മമ്മൂട്ടി കാണിച്ച മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. താരരാജാവിനെ നേർവഴി കാണിക്കാൻ പാണ്ഡ്യന്റെ രൂപത്തിൽ ഏത് പാതിരാത്രിയും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുവെങ്കിൽ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ താരപരിവേഷത്തിനപ്പുറത്തുള്ള നാം അറിയാത്ത ഇത്തരത്തിലുള്ള എത്രയോ ചേർത്ത് നിർത്തലിന്റെയും പരിഗണനയുടെയും ഒക്കെയുള്ള കരുതൽ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്നു.